ഹായ് ഓൾ, റീൻസ് ടോക്കിലേക്ക് ഇതാ വീണ്ടും സ്വാഗതം. അപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മസാലക്കറിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1.5 സവാളയാണ് ഇടുന്നത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ചെമ്മീൻ മസാലക്കറി ഉണ്ടല്ലോ, പല വിധത്തിലുണ്ടാക്കും. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. ചെമ്മീനെ കൊണ്ട് പല പല വിഭവങ്ങളും ഉണ്ട്. ചെമ്മീൻ കട്ട്ലറ്റ്, ചെമ്മീൻ ബിരിയാണി, അതൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് എനിക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോൾ അത് മസാല കറിയിട്ട് വെക്കാതെ വെച്ചു. അതും നമ്മുടെ ദോശക്കല്ലിലൊക്കെ പരത്തിയ അരി റൊട്ടി ഉണ്ടല്ലോ, അരി റൊട്ടി, അതും കൂട്ടി കഴിക്കാൻ വേണ്ടി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഗോൾഡൻ കളർ വരട്ടെ ഈ വലിയ ഉള്ളി. ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വാട്ടിയെടുക്കുന്നത്. ഉള്ളി വാട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഉപ്പിടുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും. അപ്പോൾ ഇതാ എൻ്റെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇടുന്നത് ഇഞ്ചി, അത് ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഞാൻ ചതുക്കിയിട്ടൊന്നുമില്ല, ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ വെച്ചു. അപ്പോൾ ആ വലിയ വെളുത്തുള്ളിയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അതങ്ങ് മാറുന്നവരെ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വാട്ടണത്. ആ വെളുത്തുള്ളിയുടെ മണം മാറുന്നത് വരെ നമുക്കത് വാട്ടിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോണത് ഒരു 2 പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കും. നമ്മളെപ്പം പാചകം ചെയ്യുമ്പോണ്ടല്ലോ, നമ്മളെപ്പം നല്ല ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ഭക്ഷണത്തിന് നല്ലൊരു ടേസ്റ്റ് എന്തായാലും കിട്ടും. പാചകം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. മനസ്സറിഞ്ഞ് തന്നെ നമ്മൾ പാചകം ചെയ്യണം. അതിലാണ് നമ്മുടെ ഒരു ടേസ്റ്റ് വരിക ഭക്ഷണത്തിലൊക്കെ. അപ്പോൾ ഇതിപ്പം ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഞാനിതിൽ ചേർക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുളക് പൊടി വേണോ അത്ര നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇത്രയും മാത്രമേ ചേർത്തുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോണത് അല്പം കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ഉണ്ടല്ലോ, ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മല്ലിപ്പൊടിയാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ ആ ഒരു മണം ഉണ്ടല്ലോ, ആ പച്ചക്കുത്ത് മണം, അത് ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ആ പച്ചക്കുത്ത് അത് മാറുന്നത് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വാട്ടിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോണത് കുറച്ച് ഉപ്പാണ്. നമ്മൾ നേരത്തെ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ആ മല്ലിപ്പൊടിയും ആ വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഈ അല്പം ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ തക്കാളി, അതൊരു മീഡിയം സൈസിൽ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. തക്കാളിയും ആ ഉള്ളിയും കറിവേപ്പിലയും മസാലകളും ഒക്കെ ചേർന്ന് ഒക്കെ ചേർന്ന് നല്ലതുപോലെ വേവണം. ഈ തക്കാളി ഒന്ന് വേവണം. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, അതുവരെ ചെറുതായി ഒന്ന് അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് ഇട്ട് കൊടുക്കാം, നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ, ചെറുതായി പൊടിച്ചിട്ട് വേണം ഇതിൽ ചേർക്കാൻ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. വെറുതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി പെരിഞ്ചീരകം. നമ്മൾ കുരുമുളകൊക്കെ പൊടിക്കണ്ടല്ലോ, അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ മേഷായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ശരിക്കും. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ. ഇത് ഞാൻ മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളത്തിൽ കഴുകിയിട്ട് ചെമ്മീനാണ് കേട്ടോ ഇത്. കേട്ടോ, ഇതും ചെറിയ തീയിൽ തന്നെയാണ്, ഞാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടില്ല കേട്ടോ. ചെറിയ തീയിൽ തന്നെ ഇത് വേവണം. നമ്മൾ ഫിഷൊക്കെ മീനൊക്കെ വെക്കുമ്പോണ്ടല്ലോ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഉൾവശമൊന്നും അതിൻ്റെ ഉൾവശമൊന്നും ശരിക്കും ആവില്ല. അപ്പം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ, മീൻ ഇതൊക്കെ വേവിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം, ഈ ചെമ്മീൻ തന്നെ വെള്ളം ഇങ്ങനെ വരും. ആ വെള്ളത്തിൽ കിടന്ന് ഇത് വേണം. അതുവരെ ഞാനിത് അടച്ചു വയ്ക്കാം ഒരു 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ആ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൊട്ടിയില്ല, നമ്മുടെ അരി റൊട്ടി, അത് ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങളത് പോയി ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കാം, റീൻസ് ഫുഡി വേൾഡ് കേട്ടോ. അതിലുണ്ട് ഞാൻ ഈ അരി റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയും അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നൂൽപുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. അതിനെക്കൊണ്ട് ഈ റൊട്ടി ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ്നെസ്സാണ്. ആ റൊട്ടി ഈ കല്ലിൽ പരത്തുമ്പം തന്നെ അത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ്സാണ് ഈ നൂൽപുട്ടിൻ്റെ പൊടിനെ കൊണ്ടുള്ള റൊട്ടി കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, പെരിഞ്ചീരകം പൊടിച്ചത്, അത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെ അത്ര ആവശ്യമുണ്ടോ അത്ര വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക. എൻ്റെ മറ്റേ ചാനലിലുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ മതി എങ്ങനെയാണെന്നൊക്കെ. അതായത് മറ്റേ ചാനലിൻ്റെ പേരറിയാലോ, റീൻസ് ഫുഡി വേൾഡ് ആണ് കേട്ടോ. അതിലൊന്ന് പോയി നോക്കുക. ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് ആ ചെമ്മീൻ കറി ഉണ്ടല്ലോ നമ്മുടെ നേരത്തെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കണേ, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുകയാണ്. അടുത്ത ഞാൻ ചേർക്കുന്നത് ഒരൽപ്പം തേങ്ങയാണ്. തേങ്ങ എത്ര ചേർക്കുന്നോ അത്ര ടേസ്റ്റാണ് കേട്ടോ ഇത്.
അതവിടെ ആ 10 മിനിറ്റ് കൊണ്ട് അതവിടെ റെഡി ആയിട്ടാ. ഞാൻ ചുട്ട് എന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാ 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഞാനിത് ഇളക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വെള്ളം വന്നാണ്ടോ, ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ ഉള്ളിയുടെയും ചെമ്മീനും ഒക്കെയുള്ള വെള്ളം അങ്ങനെ ഇറങ്ങി വരും. അപ്പം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവട്ടെ. ശരിക്കും നമ്മുടെ ചെമ്മീനൊന്ന് വെന്ത് കിട്ടും. ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലും ഇല്ല, മീഡിയം ഫ്ലെയിമിലും ഇല്ല, ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പം ഞാനിപ്പോൾ 10 മിനിറ്റ്, ഇനി ഒരു 5 മിനിറ്റും കൂടി വേവട്ടെ. ഓക്കെ, അതുവരെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറക്കട്ടെ. നല്ല മണമാണ്. ഇതൊരു നാടൻ ചെമ്മീൻ കറിയാണ് കേട്ടോ. ഇതിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരുപാട് മസാലകളൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മല്ലിപ്പൊടി, അതാണ് പ്രധാനമായിട്ട്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, ശരിക്കും അടിപൊളി ടേസ്റ്റാണ്. ഇതിലിപ്പം ചേർത്ത് കൊടുക്കുക. ഞാൻ മല്ലിയില അങ്ങനെ ചേർക്കാറില്ല ഈ ചെമ്മീനിൽ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ മല്ലിയില ചേർക്കും ചെമ്മീൻ കറിയിൽ. ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയും ആ ഒരു എന്താ പറയുക, നല്ലൊരു മണമാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കാണ് കൂടുതൽ ടേസ്റ്റ്, ചപ്പാത്തി, പൂരി. പിന്നെ ഇതിൽ തക്കാളി ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒന്നാമത് ചെമ്മീൻ നല്ല ചൂടാണ്, ഒരു ചൂടുള്ള ഒരു ഇതാണ് ഇത് ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് പോണത് തന്നെ ഈ തക്കാളിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെമ്മീനിൽ തക്കാളി കുറച്ച് ചേർക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര മതി, ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഞാനിപ്പോൾ നേരത്തെ ഇത് കുഴച്ച് വെച്ചല്ലോ റൊട്ടി, അത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ മറ്റേ ചാനലിലുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് നോക്കാം. അപ്പം അതൊന്ന് കാണാം. ഓക്കെ. അപ്പം അതിനായി ഞാനൊരു തവ എടുത്തിട്ടുണ്ട്. നമ്മുടെ റൊട്ടി ചുട്ടെടുക്കാൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് നനയ്ക്കണം കേട്ടോ. നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് കുറച്ചുകൂടി എടുത്തിട്ട് കൈ ഒന്ന് നനയ്ക്കണം കേട്ടോ. ഇതുപോലെ കൈ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോഴത് നല്ല മൊരിഞ്ഞ് വരും. ആ ഒരു ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അതുവരെ ഇതൊന്ന് ആവട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ പതുക്കെ ചെയ്യണം. അല്ല, എല്ലാ വശവും നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഉൾവശം ആവില്ല. ഇതിൻ്റെ ലോ ടു മീഡിയം അത്രേ പാടുള്ളൂ കേട്ടോ. ലോ ടു മീഡിയമിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ തേങ്ങ നല്ലതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഇത് നമുക്ക് നെയ്യ് ഇട്ടിട്ട് കഴിക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാം, പിന്നെ എല്ലാത്തിൻ്റെ കൂടി ഇത് കഴിക്കാം. ഈ ഒരു റൊട്ടി, നമ്മുടെ അരി റൊട്ടി. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചുറ്റും നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാവണം കേട്ടോ. ഇത്
ശരിക്കും ഉൾവശമൊക്കെ നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നാടൻ ചെമ്മീൻ കറി, ചെമ്മീൻ മസാലക്കറി കേട്ടോ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഈ ഒരു അരി റൊട്ടിയും ഒരു ചെറിയൊരു പീസ് ചെമ്മീൻ കറിയും ചെമ്മീനും ഒരു മസാലയും ഒക്കെ കൂട്ടിയിട്ട് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. എല്ലാം കറക്റ്റാണ് കേട്ടോ, എല്ലാം പെർഫെക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഇതാ ചെമ്മീനൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ നാടൻ രീതിയിലുള്ള ചെമ്മീൻ കറി റെഡി. അപ്പോൾ എൻ്റെ ഈ ചെമ്മീൻ മസാല കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.